ജനവിധി പൂർത്തിയായി ഫലത്തിനായി കാത്തിരിക്കുന്നതിനോടൊപ്പം കണക്കുകൂട്ടലുകളുമായി തിരക്കിലാണ് മുന്നണികളും നേതാക്കളും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്ന് വിലയിരുത്തിയതിനോടൊപ്പം ഉയർന്ന പോളിംഗ് ശതമാനവും വൻ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതാക്കളും പ്രവർത്തകരും. നിലമ്പൂർ മണ്ഡലത്തിലെ 2,66,578 വോട്ടുകളിൽ 1,86,000-ലധികം വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യട ഷൗക്കത്തിന് 77,768 വോട്ടുകൾ ലഭിച്ചിരുന്നു. അന്നത്തെ LDF സ്ഥാനാർത്ഥി CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജിന് ലഭിച്ചത് 66,000 വോട്ടുകളാണ്. അന്ന് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,568 വോട്ടുകൾ പിടിച്ചിരുന്നു. ഈ വോട്ടുകളിൽ ഒരു പങ്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ 78,877 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിന് ലഭിച്ചത്. അന്ന് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ 81,227 വോട്ടുകൾ നേടിയിരുന്നു. ഇത് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 66,000 കുറയുകയും ചെയ്തു. ഈ കണക്കുകൾ വെച്ചാണ് UDF ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലത്തിനായി പ്രാഥമികമായി വിലയിരുത്തുന്നത്. 15,000-നും 20,000-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ മണ്ഡലത്തിൽ UDF പ്രതീക്ഷിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തുന്നതിനായി 2 ദിവസത്തിനകം ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ് നേതൃത്വം. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.